ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന കുറച്ച് ചെസ്റ്റ് വർക്കൗട്ടുകൾ എന്ന് പറയുമ്പം നമ്മുടെ പുഷപ്സ് വർക്കൗട്ടുകൾ മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പം വർക്കൗട്ടുകൾ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാറില്ല. ഇടയ്ക്കൊന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചെന്നുണ്ടെങ്കിലും പിന്നെയും നിർത്തേണ്ടി വന്നു. അപ്പം വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ച് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ജസ്റ്റ് ദിവസേന വാമപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരിട്ട് വർക്കൗട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിന് വേണ്ടിയിട്ട് പുഷപ്സിൻ്റെ വർക്കൗട്ടുകൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഈ പുഷപ്സിൻ്റെ ഫുള്ള് വർക്കൗട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കിത് ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് വീട്ടിൽ ഫോളോ ചെയ്യാം. ഇപ്പോൾ ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക്, ഇപ്പം വീട്ടിൽ തന്നെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ്നസ്സൊക്കെ ഒന്ന് കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് വീട്ടിൽ ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. അപ്പം നിങ്ങൾ എന്നോടൊപ്പം ഈ വർക്കൗട്ടിൽ പങ്കുചേരൂ. അപ്പം നിങ്ങൾക്കും ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അതിന് മുന്നോടിയായിട്ട് ഒരല്പം വാമപ്പാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 പുഷപ്സിൻ്റെ വേരിയേഷൻസാണ്. അപ്പം നിങ്ങൾക്കും അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പുഷപ്സ് ആണ്. അപ്പം ഞാൻ 3 സെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം എല്ലാം 8 റെപ്സ് വെച്ചായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇത് നോർമൽ പുഷപ്സിൻ്റെ ആദ്യത്തെ സെറ്റാണ്. അപ്പം ഇങ്ങനെ 3 സെറ്റ് ചെയ്യും, 8 റെപ്സ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം രണ്ടാമത്തെ സെറ്റ് അതും 8 റെപ്സാണ് ചെയ്യുന്നത്. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, അതിനുശേഷം ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ റെസ്റ്റ് എടുക്കും. ഓക്കെ, അല്ലാതെ തുടർച്ചയായിട്ടല്ല ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് പതുക്കെ ചെയ്ത് പരിശീലിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഇതാണ് എൻ്റെ മൂന്നാമത്തെ സെറ്റ്. 2 3. ഞാൻ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെയാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒരിക്കലും ഹാഫ് മോഷനായിട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല. അപ്പം ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ആദ്യമൊക്കെ ബോഡി വെയ്റ്റ് വർക്കൗട്ടുകൾ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. കാരണം ബോഡി വെയ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഓക്കെ, അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് പിരമിഡ് പുഷപ്സ് ആണ്. ഇതും 8 റെപ്സ് വെച്ച് 3 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, പിരമിഡ് പുഷപ്സ് നമ്മുടെ ചെസ്റ്റിനും ട്രൈസെപ്സിനും വളരെ നല്ല വർക്കൗട്ടാണ്. അപ്പം രണ്ടാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളും ചെയ്യുമ്പോൾ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ പൊസിഷനൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. 1 2 3 4 5 6 7 ലാസ്റ്റ് 1 and 8. അപ്പം ഇതാണ് രണ്ടാമത്തെ സെറ്റ്. അപ്പം മൂന്നാമത്തെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം മൂന്നാമത്തെ സെറ്റും 8 റെപ്സ് തന്നെയാണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. 8 റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. 1 2 3 4 5 6 കമോൺ 7 യെസ് ലാസ്റ്റ് 1. ഓക്കെ, അപ്പം അത് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ എൻ്റെ 2 വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. മൂന്നാമത്തെ വർക്കൗട്ടാണ്. മൂന്നാമത്തെ വർക്കൗട്ട് എക്സ്പ്ലോർ പുഷപ്സ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷേ അത് ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഹാഫ് വേർഷനായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, കൈ ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുത്തുകൊണ്ട് വളരെ സാധാരണത്തിൽ വന്നിട്ട് പൊക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്.
അപ്പം ഇങ്ങനെ ഒരു 8 റെപ്സ് ചെയ്യണം. അങ്ങനെ 3 സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പ്ലോർ പുഷപ്പ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇപ്പം കുറേ കാലം കൊണ്ട് ചെയ്യാതിരിക്കുന്നുണ്ട്, അതിലല്പം പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വേർഷനിലോട്ട് വന്നത്. ഇതും നല്ല സൂപ്പറാണ് ചെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പം ഇത് നിങ്ങൾക്കും വീട്ടിൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്നോടൊപ്പം ഈ വർക്കൗട്ടിലോട്ട് പങ്കാളികളാവും. തീർച്ചയായിട്ടും ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളാണ്. നിങ്ങൾക്കും നല്ല ഒരു ഫിറ്റ്നസ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും വീട്ടിൽ വർക്കൗട്ട് ചെയ്ത്. അപ്പം ഇതാണ് എൻ്റെ രണ്ടാമത്തെ സെറ്റ്. ഓക്കെ, 2, 3, 4, കമോൺ, 5, 8 റെപ്സ് ആണ്. 6, 7 ആൻഡ് 8. അങ്ങനെ രണ്ടാമത്തെ സെറ്റും കംപ്ലീറ്റ് ആയി. അപ്പം മൂന്നാമത്തെ സെറ്റിലേക്ക് കടക്കുകയാണ്. അപ്പം ഇതും 8 റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. 1, 2, മാക്സിമം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ 8 റെപ്സ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 8 റെപ്സും പരമാവധി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അവസാനമൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലോണം ടയേർഡ് ആവുമായിരിക്കും, എന്നാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ 3 സെറ്റ് വിജയകരമായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു. അപ്പം അടുത്ത 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോവുകയാണ്. അപ്പം 4ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് റൊട്ടേഷൻ പുഷപ്സ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഓക്കെ, ഇതൊരു അല്പം ടഫാണ് ചെയ്യാൻ. തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളിങ്ങനെ വന്നതിന് ശേഷം കണ്ടില്ലേ, ഇതാണ് ഈ വർക്കൗട്ട്. ഇങ്ങനെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഫുള്ള് സ്ട്രെങ്ത് മൊത്തം വരുന്നത്. ചെസ്റ്റിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, ഇതും 8 റെപ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. ഇപ്പം 4 തോന്നുന്നു. 5, കമോൺ, ടഫ് വർക്കൗട്ടാണ്. 6, 7, 8. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയി. അപ്പം രണ്ടാമത്തെ സെറ്റിലോട്ട് പോവുകയാണ്. കമോൺ, 8 റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. 1, 2, 3. നമ്മളിങ്ങനെയുള്ള വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്ട്രെങ്തും സ്റ്റാമിനയൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നതാണ്. ഓക്കെ, അപ്പം വെയ്റ്റ് ട്രെയിനിങ്ങിനെക്കാളും കൂടുതൽ നമുക്ക് എൻഡുറൻസിനൊക്കെ സ്റ്റാമിനയ്ക്കുമൊക്കെ എപ്പോഴും നല്ലത് ഇങ്ങനെയുള്ള ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളാണ്. നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യേണ്ടെന്നല്ല, ചെയ്യണം. അതിൻ്റെ വീഡിയോ ഒക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും. കാരണം ഞാനിപ്പം ഈ ഒരു വർക്കൗട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പം എല്ലാ വർക്കൗട്ടിലോട്ടും പതുക്കെ വരുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ 2 സെറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ 3ാമത്തെ സെറ്റിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പം 3ാമത്തെ സെറ്റാണ്. 8 റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. 1, മാക്സിമം ശ്രമിക്കും. 2, 3, കമോൺ, 4, 5, 6, 7, ലാസ്റ്റ് 1, 8. ഓക്കെ, അതും അങ്ങനെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അതും 3 സെറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം 4ാമത്തെ വർക്കൗട്ടാണ്. 4ാമത്തെ വർക്കൗട്ട് മൂവിങ് പുഷപ്സ് ആണ്. അത് പിരമിഡ് പുഷപ്സും നമ്മുടെ നോർമൽ പുഷപ്സും കൂടെ ചേർത്താണ് ചെയ്യുന്നത്. ഓക്കെ, 8 റെപ്സാണ് ചെയ്യുന്നത്. 4, 5, അതായത് പിരമിഡ് പുഷപ്പ്. 6, 7, 8. ഓക്കെ, 8 റെപ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ 3 സെറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും.
അപ്പം രണ്ടാമത്തെ സെറ്റാണ് 1 2 3 4 അല്പം ടഫാണ് 5 6 7 നോ എനിക്ക് 7 ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ കുറേ കാലമായിട്ട് ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പം 7 എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, പ്രശ്നമില്ല. അപ്പം എൻ്റെ അടുത്ത സെറ്റിലോട്ട് പോവുകയാണ്. അടുത്ത സെറ്റ് 8 ചെയ്യാൻ പറ്റുമോ അറിയില്ല, എന്നാലും ശ്രമിച്ചു നോക്കാം. ചെസ്റ്റിന് വളരെ നല്ലൊരു വർക്കൗട്ടാണിത്. 1 2 3 കമോൺ 4 5 6 പാടാണ് 7 ഇല്ല, അതും അങ്ങനെ എനിക്ക് 7 ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് എനിക്ക് പ്രശ്നമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അത് പൂർത്തീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അപ്പം നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. അപ്പം നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ താഴോട്ട് വന്നിട്ട് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യും, അതിനുശേഷം പുഷ് ചെയ്യും. ഓക്കെ, 1 2 3 അപ്പ് 1 2 3 അപ്പ് 1 2 3 അപ്പ്. 3 സെക്കൻഡ് താഴെ വന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കും, അതിനുശേഷം മുകളിലോട്ട് പുഷ് ചെയ്യും. ഇങ്ങനെ 8 റെപ്സാണ് ചെയ്യുന്നത്. അപ്പം അടുത്ത സെറ്റിലോട്ട് പോകാം. നിങ്ങൾ ഓരോ സെറ്റിന് ശേഷം നിങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം ചെയ്യുക. ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് വരെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അടുത്ത സെറ്റിലോട്ട് പോവുകയാണ്. 1 2 3 പുഷ് ഹോൾഡ് 1 2 3 1 2 3 1 2 3. ഈ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന വഴി നമ്മുടെ കൈകൾക്കൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. അതുവഴി നമ്മുടെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ സ്റ്റാമിന, എൻഡുറൻസ്, നമ്മുടെ ഒരു ഫിറ്റ്നസ് ലെവലൊക്കെ കൂട്ടാനൊക്കെ, നമ്മുടെ എനർജി ലെവലൊക്കെ കൂട്ടാനൊക്കെ വളരെ നല്ല വർക്കൗട്ടുകളാണ് ഇങ്ങനെയുള്ള കാലിസ്തനിക് ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജിമ്മിലൊക്കെ പോയി നമുക്ക് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാനൊന്നും പറ്റാത്ത ആൾക്കാർക്കും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുന്നവർക്കും ഇങ്ങനെയുള്ള വർക്കൗട്ടുകൾ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നോട്ട് ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി തുടർച്ചയായിട്ടുള്ള എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് വീഡിയോസ് ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾക്കും കൂടെ പ്രയോജനകരമായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ എടുക്കുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തുകൊണ്ട് നല്ലൊരു ഫിറ്റ്നസ്സൊക്കെ നിങ്ങളും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്കും ശ്രമിക്കാം. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ സെറ്റിലോട്ട് പോവാം. അപ്പം മൂന്നാമത്തെ സെറ്റ് തുടങ്ങുവാണ്. ഇപ്പം തന്നെ ഞാൻ ടയർഡായിട്ടുണ്ട്. കാരണം 20 മിനിറ്റ് കൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്ത് തീർക്കണം. 20 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പ് 1 2 3 അപ്പ് 1 2 3 അപ്പ്. ഇങ്ങനെ 8 റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം. 4 5 1 2 3 അപ്പ് 6 ഇല്ല, 6 ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, അത് പ്രശ്നമല്ല. അപ്പം അതും കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് വർക്കൗട്ട് പോകാം. നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ താഴെ വന്നിട്ട് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്തെങ്കിൽ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ വന്നിട്ട് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. താഴോട്ട് വന്നു 1 2 3 താഴോട്ട് പോകുന്നു, വീണ്ടും 1 2 3 താഴോട്ട് പോകുന്നു. അപ്പം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വർക്കൗട്ടും കൂടെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കൗട്ട് ഫിനിഷ് ആവും. 3 സെറ്റാണ് ഇതും ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ സെറ്റാണ്. ഓക്കെ, ഇതും അത് കണക്ക് തന്നെയാണ്.
മുകളിൽ വന്നിട്ട് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അങ്ങനെ 8 റെപ്സാണ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മാക്സിമം 8 റെപ്സും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ വീട്ടിൽ ഈ വർക്കൗട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റായിട്ടുള്ള വർക്കൗട്ടുകളാണ്. അപ്പം ഇനിയിപ്പോൾ എന്ന് പറയുന്നത് അടുത്ത എൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് നാളെ ആയിരിക്കും. അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഞാൻ ഈ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം ഇനി ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും കൂടെ ഗുണകരമാവും എന്ന് കരുതി തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതിനൊക്കെയുള്ള ഫിറ്റ്നസ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനൊക്കെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ, നിങ്ങളിങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ വീട്ടിൽ ചെയ്യുക, നിങ്ങളുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. ഓക്കെ, അതിനൊക്കെ നിങ്ങളുടെ ഫുഡിനകത്തും കൂടെ കോൺസെൻട്രേഷൻ ചെയ്യുക, ഡയറ്റ് കാര്യങ്ങളിലൂടെ കോൺസെൻട്രേഷൻ ചെയ്യുക. നമുക്കും നല്ലൊരു ഫിറ്റ്നസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ 3ാമത്തെ സെറ്റിലോട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ 7 പുഷപ്സിൻ്റെ വേരിയേഷൻസാണ് ചെയ്തത്. ഓക്കെ, അപ്പം 7ഉം നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. കമോൺ, 2 ഹോൾഡ് 3 സെക്കൻഡ്, 3 4. ഈ പുഷപ്സിൻ്റെ വേരിയേഷൻ ചെയ്യുന്ന വഴി നമ്മുടെ ചെസ്റ്റിന് മാത്രമല്ല നമ്മുടെ ട്രൈസെപ്സ്, നമ്മുടെ ഷോൾഡർ മസിൽ എല്ലാം നല്ല സ്ട്രോങ് ആവും. ഓക്കെ, നമ്മുടെ കോർ മസിൽ പോലും നല്ല സ്ട്രോങ് ആക്കാൻ നമ്മളെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പം അല്പം ടഫായിരിക്കും. ഇതിപ്പോൾ എനിക്ക് 7 മാത്രമേ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പം അടുത്ത വർക്കൗട്ടിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇനിയുള്ള എൻ്റെ വീഡിയോകളെല്ലാം ഇങ്ങനെയുള്ള വീഡിയോകളായിരിക്കും. ഓരോരോ മസിൽ പാർട്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളായിരിക്കും. ബോഡി വെയ്റ്റ് വർക്കൗട്ടുകളും കാണും, വെയ്റ്റ് ട്രെയിനിങ്ങുകളും കാണും. ഓക്കെ, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. അപ്പം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.